ഹായ് ഫ്രണ്ട്സ്, CSEB മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി വരുന്ന എക്സാമിന് ഇത് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ദ കേസ് ഓഫ് എ സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ, ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ്. In the case of a safe deposit locker, banker customer relationship is: first option bailey bailer, second option bailer bailey, third option lessor lessee, fourth option lessee lessor. ഒരു സേഫ് ഡിപ്പോസിറ്റ് ലോക്കറുമായി ബന്ധപ്പെട്ട് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഏതായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി, ലെസ്സർ ലെസ്സി. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ ബാങ്കറും കസ്റ്റമറുമായിട്ടുള്ള പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യത്തേത് പ്രൈമറി റിലേഷൻഷിപ്പ് ഓഫ് ബാങ്കർ ആൻഡ് കസ്റ്റമർ. ബാങ്കിൽ കസ്റ്റമർ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ട്രീറ്റഡ് ആസ് ഡെപ്റ്റർ ക്രെഡിറ്റർ. കസ്റ്റമർ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കർ ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ ഡെപ്റ്റർ ആയിരിക്കും, കസ്റ്റമർ ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ ക്രെഡിറ്റർ ആയിരിക്കും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെപ്റ്റർ ക്രെഡിറ്റർ തന്നെയായിരിക്കും. ബാങ്കിൽ ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സ് ലോൺ എടുക്കുമ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് നേരെ ഓപ്പോസിറ്റ് ആകും. ക്രെഡിറ്റർ ഡെപ്റ്റർ ആകും. ബാങ്കർ ക്രെഡിറ്ററുമാകും, കസ്റ്റമറായിട്ടുള്ള നമ്മൾ ക്രെഡിറ്ററുമാകും. ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കുന്ന സമയത്തും ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രെഡിറ്റർ ഡെപ്റ്റർ തന്നെയാണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓപ്ഷൻ അനുസരിച്ച് അതെന്താണ് ചോദ്യമെന്ന് വ്യക്തമായതിനു ശേഷം ആൻസർ എഴുതുക. രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. ബാങ്കർ എപ്പോഴും ഏജൻ്റ് ആയിരിക്കും, പ്രിൻസിപ്പളായിട്ടുള്ളത് കസ്റ്റമർ ആയിരിക്കും. കസ്റ്റമറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന സേവനങ്ങളാണ് ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ട്രസ്റ്റി ആൻഡ് ബെനഫിഷ്യറി. ബാങ്കർ ചിലപ്പോൾ ചില വസ്തുക്കളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കും. ബെനഫിഷ്യറി എന്ന് പറയുന്നത് കസ്റ്റമർ അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന ആളായിരിക്കും. നാലാമത്തേത് ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ്. ബാങ്കർ കസ്റ്റമർ തമ്മിൽ ഏതെങ്കിലും ഒരു ബെയിൽമെൻറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഒരു വ്യക്തിയെ ഒരു വസ്തു ഏൽപ്പിക്കുന്നു. ആ പർപ്പസ് നടത്തിക്കഴിഞ്ഞാൽ അതേ രൂപത്തിൽ അല്ലെങ്കിൽ മാറ്റം വരുത്തിയ രൂപത്തിൽ തിരിച്ചു തരണം. ഇതാണ് ബെയിൽമെൻറ്റ്. സ്വർണം പണയം വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗോൾഡ് ലോൺ അനുവദിക്കുന്ന സമയത്ത് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ബെയിലി ബെയിലർ ആയിരിക്കും. ബാങ്കർ ബെയിലി ആയിരിക്കും, കസ്റ്റമർ ബെയിലർ ആയിരിക്കും. അടുത്തതാണ് ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ്. ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 105 ലീസ് ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അതായത് സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ ഉപയോഗിക്കുമ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ലെസ്സർ ലെസ്സി ആയിരിക്കും. ആരാണോ പാട്ടം നൽകുന്നത് അത് ലെസ്സർ ആയിരിക്കും. അപ്പോൾ ബാങ്കാണ് നമുക്ക് സ്വർണം സൂക്ഷിക്കാനുള്ള സ്ഥലം തരുന്നത്. അതുകൊണ്ട് ബാങ്ക് എന്ന് പറയുന്നത് ലെസ്സർ ആയിരിക്കും. ആർക്കാണോ അത് നൽകുന്നത് അവരായിരിക്കും ലെസ്സി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ ലിമിറ്റേഷൻ പീരീഡ് ഓഫ് ഫോർ എ മോർട്ട്ഗേജ്. ദ ലിമിറ്റേഷൻ പീരീഡ് ഫോർ എ മോർട്ട്ഗേജ്. നമുക്ക് മോർട്ട്ഗേജിനെ പറ്റി ഹൈപ്പോത്തിക്കേഷൻ, ലീൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്ത് ബാങ്കിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനകരമാകും. ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ദ ലിമിറ്റേഷൻ പീരീഡ് ഫോർ എ മോർഗേജീസ്. ഒരു മോർഗേജിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ 3 ഇയേഴ്സ്, ഓപ്ഷൻ ബി 12 ഇയേഴ്സ്, ഓപ്ഷൻ സി 15 ഇയേഴ്സ്, ഓപ്ഷൻ ഡി 30 ഇയേഴ്സ്. ആൻസർ ഓപ്ഷൻ ബി 12 ഇയേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ ഡെത്ത് മീൻസ്. അതായത് ഒരാളെപ്പറ്റി വിവരമില്ലാതെയൊക്കെ വരികയാണെങ്കിൽ, യാതൊരു അറിവും അയാളെക്കുറിച്ചില്ലാതെ വരികയാണെങ്കിൽ സിവിൽ ഡെത്തായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. അപ്പോഴെപ്പോഴാണ് ഒരു വ്യക്തി സിവിൽ ഡെത്ത് സംഭവിച്ചു എന്ന് കണക്കാക്കുന്നത്? ഓപ്ഷൻ എ, ദ പാർട്ടി ഈസ് ആബ്സെൻറ്റ് കണ്ടിന്യൂസ്ലി ഫോർ 7 ഇയേഴ്സ് ആൻഡ് വെയറബൌട്ട്സ് ആർ നോട്ട് നോൺ. രണ്ടാമത്തെ ഓപ്ഷൻ, എ പേഴ്സൺ ഈസ് ഡിക്ലെയർഡ് ആസ് ഇൻസോൾവെൻറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ, എ പേഴ്സൺ ഹാസ് ബിക്കം ഇൻസെയിൻ. നാലാമത്തെ ഓപ്ഷൻ, ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ദ പാർട്ടി ഈസ് ആബ്സെൻറ്റ് കണ്ടിന്യൂസ്ലി ഫോർ 7 ഇയേഴ്സ് ആൻഡ് വെയറബൌട്ട്സ് ആർ നോട്ട് നോൺ. ഒരു വ്യക്തിയെക്കുറിച്ച് കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് യാതൊരു അറിവുമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ അറിയാതിരിക്കുകയോ, അങ്ങനെ 7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സിവിൽ ഡെത്തായിട്ട് പരിഗണിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ. ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. ഓപ്ഷൻ ബി, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഓപ്ഷൻ സി, കോൺട്രാക്റ്റ് ആക്ട്. ഓപ്ഷൻ ഡി, RBI ആക്ട്. ബാങ്കിങ്ങിനെ പറ്റി ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. എന്നാൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ബാങ്ക് ഹോളിഡേയ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ബാങ്കിലെ അവധി ദിനങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആൻസർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് റെഗുലേറ്റ്സ് ദ മണി സർക്കുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പണത്തിൻ്റെ സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി, ഫിനാൻസ് മിനിസ്ട്രി. ഓപ്ഷൻ സി, RBI. ഓപ്ഷൻ ഡി, കൊമേഴ്ഷ്യൽ ബാങ്ക്. ആൻസർ ഓപ്ഷൻ സി, RBI. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ് ഇന്ത്യയിലെ പണത്തിൻ്റെ സർക്കുലേഷൻ തീരുമാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ചെക്ക് ബിയറിംഗ് എ ഡേറ്റ് ലേറ്റർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. എ ചെക്ക് ബിയറിംഗ് എ ഡേറ്റ് ലേറ്റർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. 2012 ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇന്ത്യയിലെ ചെക്കിൻ്റെ കാലാവധി എന്നത് 3 മാസമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ചെക്കിനകത്ത് അനുവദിച്ചിട്ടുള്ള 3 മാസം കഴിഞ്ഞിട്ടുള്ള ചെക്കിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഓപ്ഷൻ ബി, ഡ്യൂലി ഡേറ്റഡ് ചെക്ക്. ഓപ്ഷൻ സി, ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്നാണെങ്കിൽ ആ ചെക്കിനകത്ത് എൻട്രി ചെയ്തിട്ടുള്ള ഡേറ്റ് വരുന്നതേ ഉള്ളൂ. അതായത് വളരെ മുൻപത്തെ ഒരു ഡേറ്റാണ് ചെക്കിനകത്ത് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ അതാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എസെൻഷ്യൽ ഫോർ സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ എ, 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ. ഓപ്ഷൻ ബി, നെയിം ഓഫ് ബാങ്കർ. ഓപ്ഷൻ സി, നോട്ട് നെഗോഷ്യബിൾ. ഓപ്ഷൻ ഡി, നോട്ട് ട്രാൻസ്ഫറബിൾ. ആൻസർ ഓപ്ഷൻ ബി, നെയിം ഓഫ് ബാങ്കർ. നമുക്കറിയാം 2 തരത്തിലുള്ള ക്രോസിംഗ് ആണുള്ളത്. ഒന്ന് ജനറൽ ക്രോസിംഗ്, സെക്ഷൻ 123. സെക്ഷൻ 123-നകത്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 123-നകത്ത് ജനറൽ ക്രോസിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ചെക്കിൽ 2 ട്രാൻസ്വേഴ്സ് ലൈൻസിനുള്ളിലായിട്ട് അക്കൗണ്ട് പേയിന്നോ ആൻഡ് കമ്പനിന്നോ നോട്ട് നെഗോഷ്യബിൾ എന്നീ വാക്കുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെ പണം നൽകാം, പണം മാറ്റി നൽകാം എന്ന നിബന്ധനയാണ് ജനറൽ ക്രോസിങ്ങിനകത്ത് പറയുന്നത്.
സ്പെഷ്യൽ ക്രോസിംഗ് സെക്ഷൻ 124 സെക്ഷൻ 124 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. അതിലാണ് സ്പെഷ്യൽ ക്രോസിങ്ങിനകത്ത് പറയുന്നത്, രണ്ട് സമാന്തര രേഖകൾക്കിടയിൽ അല്ലെങ്കിൽ ടു ട്രാൻസ്വേഴ്സ് ലൈൻസിനുള്ളിൽ SBI എന്നോ അല്ലെങ്കിൽ SBI ആൻഡ് നോട്ട് നെഗോഷ്യബിൾ എന്നോ ഏത് ബാങ്കിൻ്റെയും പേരാകാം, അല്ലെങ്കിൽ SBI ആൻഡ് കമ്പനി എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. അപ്പോൾ ഓർത്ത് വച്ചിരിക്കുക, ബാങ്കിൻ്റെ പേരില്ലാത്ത ക്രോസിംഗ് എന്ന് ചോദിച്ചാൽ ജനറൽ ക്രോസിംഗ് ആണ്. രണ്ട് വരകൾ ഇല്ലാതെ നടക്കുന്ന ക്രോസിംഗ് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. സ്പെഷ്യൽ ക്രോസിങ്ങിന് ടു ട്രാൻസ്വേഴ്സ് ലൈൻ ആവശ്യമില്ല. ടു ട്രാൻസ്വേഴ്സ് ലൈൻ നിർബന്ധമാക്കിയ ക്രോസിംഗ് ജനറൽ ക്രോസിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്പോസിറ്റ് മെയ്ഡ് ബൈ ഫോറിൻ ബാങ്ക്സ് ഇൻ ഇന്ത്യൻ. ഡിപ്പോസിറ്റ് മെയ്ഡ് ബൈ ഫോറിൻ ബാങ്ക്സ് ഇൻ ഇന്ത്യൻ. ഓപ്ഷൻ എ നോസ്ട്രോ അക്കൗണ്ട്, ഓപ്ഷൻ ബി ലോറോ അക്കൗണ്ട്, ഓപ്ഷൻ സി NR or ordinary account, option D Vostro account. Answer option D Vostro account. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not coming under annual physical verification of stock? സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് നടത്തുന്ന സമയത്ത് അതിന് ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ക്യാഷ്, ഓപ്ഷൻ ബി ബ്ലഡ് ജൂവൽസ്, ഓപ്ഷൻ സി ഫർണിച്ചർ, ഓപ്ഷൻ ഡി ലാൻഡ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ആനുവൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക്? സ്റ്റോക്കിൻ്റെ ആനുവൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ ലാൻഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, KYC policy consists of customer acceptance policy, customer identification procedure, monitoring of transaction and dash. Question ഒന്നൂടെ, KYC policy consists of customer acceptance policy, customer identification procedure, monitoring of transaction and dash. Answer option D. Option A customer service, option B customer delight, ഓപ്ഷൻ സി ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഓപ്ഷൻ ഡി റിസ്ക് മാനേജ്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ ഡി റിസ്ക് മാനേജ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വിൽ സെറ്റിൽ ദ ഗ്രീവൻസസ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് ദ ബാങ്ക്. ഡാഷ് വിൽ സെറ്റിൽ ദ ഗ്രീവൻസസ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് ദ ബാങ്ക്. ബാങ്കിലെ കസ്റ്റമറുടെ പരാതി പരിഹരണവുമായി ബന്ധപ്പെട്ട അതോറിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാങ്ക് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ബി ഗവൺമെൻറ്, ഓപ്ഷൻ സി ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ഡി ലീഡ് ബാങ്ക് മാനേജർ. ആൻസർ ഓപ്ഷൻ സി ബാങ്കിങ് ഓംബുഡ്സ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഓപ്പറേഷൻ റെഫർ ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് എലിജിബിൾ സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഇൻ മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഡാഷ് ഓപ്പറേഷൻ refers to buying and selling of eligible securities by the central bank in money and capital market. Option A open market, option B discount selling, option C monetary selling, option D all of this. Answer option A open market operation അല്ലെങ്കിൽ open market. അടുത്ത ക്വസ്റ്റ്യൻ, if there is economic deflation ബാങ്ക് റേറ്റ് വിൽ ബി. എക്കണോമിക് ഡീഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ബാങ്ക് റേറ്റിന് എന്ത് സംഭവിക്കും? ഇഫ് ദർ ഈസ് എക്കണോമിക് ഡീഫ്ലേഷൻ ബാങ്ക് റേറ്റ് വിൽ ബി. ഓപ്ഷൻ എ ഇൻക്രീസ്ഡ്, ഓപ്ഷൻ ബി മെയിൻറ്റെയിൻഡ്, ഓപ്ഷൻ സി റിവേഴ്സ്ഡ്, ഓപ്ഷൻ ഡി ലോവേഡ്. ഡീഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് ബാങ്ക് റേറ്റ് കുറച്ചെങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാർക്ക് വായ്പ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്കണോമിക് ഡീഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് ബാങ്ക് റേറ്റ് വിൽ ബി ലോവേഡ്. ആൻസർ ബാങ്കിലെ റേറ്റ് വിൽ ബി ലോവേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 15 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡീൽസ് വിത്ത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 15 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ക്രോസിംഗ്, ഓപ്ഷൻ ബി ഹോൾഡർ, ഓപ്ഷൻ സി എൻഡോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ഡി പേയ്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ സി എൻഡോഴ്സ്മെൻറ്റ്.
എൻഡോഴ്സ്മെൻറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വേൾഡ് ബാങ്ക് ഈസ് അറ്റ്. വേൾഡ് ബാങ്കിൻ്റെ, ലോക ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ജനീവ, ഓപ്ഷൻ ബി വാഷിംഗ്ടൺ DC, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി മനില. ആൻസർ ഓപ്ഷൻ ബി വാഷിംഗ്ടൺ DC. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുക, ഉറപ്പിച്ച് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.